അപ്പോൾ അന്വേഷിച്ചു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അമ്മമാർ പറഞ്ഞു മോർച്ചറിലാണ്. അങ്ങനെ കുറേ പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ ചെയ്തിരുന്നു. അതിന് ശേഷമാണ് അവന് മരിക്കാൻ സംഭവിച്ചു പോയത്. എന്ത് ചെയ്യാനാണ്, ഭയങ്കര ഒരു നഷ്ടമായി. ഈ നാട്ടില് ശ്വാസം ഇതിന്റെ പ്രശ്നം ഉണ്ടെന്നാണ്. എന്തായിരുന്നു ശ്വാസത്തിന്റെ പുക വിഷയം കൊണ്ടല്ലേ തന്നെ. കുവൈറ്റിലെ ഫ്ലാറ്റിൽ വെച്ചിട്ട് തീപിടുത്തത്തിൽ മരണപ്പെട്ട നൂഹിൻ്റെ മൃതദേഹം ആ പള്ളിയിലേക്ക് സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടില്ലേ, റാത്തിബ് ജുമാ മസ്ജിദിലാണ്. നമ്മുടെ തങ്ങളവറുകൾ നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ട് കുവൈറ്റിലെ ഫ്ലാറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട നൂഹിൻ്റെ നാട്ടിലാണ്. നൂഹിൻ്റെ നാട്ടിലുള്ളവർക്ക് ഒരുപാട് പറയാനുണ്ട്. നൂഹിൻ്റെ അങ്ങാടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് നൂഹിൻ്റെ അങ്ങാടി. ഒരുപാട് കാര്യങ്ങൾ നൂഹുമായി ബന്ധപ്പെട്ടിട്ട് നൂഹിന് എത്രത്തോളം നാട്ടുകാർക്ക് പ്രിയങ്കരനാന്നുള്ളത് നാട്ടുകാരെന്നെ പറയുന്നുണ്ട്. അപ്പോൾ നൂഹ് നിങ്ങൾ ഏറ്റവും അടുത്ത് നാട്ടുകാരനാണല്ലോ അല്ലേ? നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്നതാണോ? നമ്മളെ കൂടെ അല്ല, നമ്മളെ കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യുന്നതാണ്. കുവൈറ്റിൽ നിങ്ങൾ കുവൈറ്റിൽ തന്നെ ആയിരുന്നോ? അതെ, ഒരുമിച്ച് ചെയ്യുന്നല്ലേ? അത് ശരി. ഇവിടെ വേണ്ടപ്പെട്ട ഒരു പയ്യനെ, സമൂഹത്തിൽ വേണ്ടപ്പെട്ട ഒരാളാണ്. നമുക്ക് കൂടപ്പറപ്പുമായിരുന്നു, നമ്മുടെ സ്നേഹിതന്മാർ തന്നെയാണ്. എന്താ ചെയ്യുക, അവൻ്റെ വിയോഗം അങ്ങനെ ആയിപ്പോയി. എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയാണല്ലേ അല്ലേ? നല്ലൊരു പയ്യനായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരാൾ, നമ്മളെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോകുമ്പോൾ അല്ലേ, വല്ലാത്തൊരു വിഷമമുള്ള കാര്യം. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ അറിയാം. പിന്നെ ഇവിടെ ആളുകളെ കണ്ടാൽ തന്നെ ജനത്തിനെയും കണ്ടാൽ തന്നെ അറിയാം അത് എങ്ങനെ ഇരുന്നുള്ളത്, അവൻ്റെ ശൈലി എങ്ങനെ ഇരുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പരിസരം കണ്ടാലും അറിയാം. നല്ലൊരു പയ്യനായിരുന്നു. ഇവിടെ നാട്ടുകാർക്കും എല്ലാവർക്കും അതൊരു പയ്യനായിരുന്നു. മൂപ്പര് പിന്നെ ആദ്യം ഈ കുവൈറ്റിൽ തന്നെ ആയിരുന്നു ജോലി? ഒരു 11 വർഷമായി കുവൈറ്റിൽ തന്നെയായിരുന്നു. ഇപ്പം അടുത്ത് തന്നെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം 2 മാസമായി പോയിട്ട്. വീടിന്റെ പണി കാര്യങ്ങളൊക്കെ അല്ലേ? വീടിന്റെ പണി ഇനിയും ഉണ്ട്, പക്ഷെ കടങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ കടങ്ങൾ കൂടുതലായിട്ട് ഒന്നും കൂടെ പോകാൻ ശ്രമിച്ചതാണ്. എന്ന് വെച്ചാൽ ഈ നാട്ടിനെ ഒന്നായിട്ട് കുലുക്കില്ല, നമ്മളെ നാട്ടിനെ ഒന്നായിട്ട് കുലുക്കി കഴിഞ്ഞു. ഈ മരണം ഭയങ്കര മരണമാണ്. കാരണം ഒരാൾ പ്രതീക്ഷിക്കാത്ത മരണമാണ്. പിന്നാണെങ്കിൽ അവൻ്റെ ഭാവി ജീവിതത്തിൽ അവനക്ക് താങ്ങും തുളയായിട്ട് ഓൻ തന്നെ വേണം. അവൻ്റെ 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്. 13 വയസ്സ്, 8 വയസ്സ്, 7 വയസ്സായ കുട്ടികളാണ്. എന്താ ചെയ്യുക, അവൻ്റെ നമ്മളെ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. നല്ലൊരു വ്യക്തി എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല പ്രിയങ്കരായിരുന്നു. 11 വർഷം വരെ അവിടെ ജോലി ചെയ്തു. ഒരു വീട് ഏകദേശം രൂപം വന്നു. വീണ്ടും ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് വീട്ടിൽ. മറ്റേ നിലം കോൺക്രീറ്റ് വർക്ക് ഇതൊക്കെ ഒരുപാടുണ്ട്. ടൈൽസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഒന്നും നടന്നിട്ടില്ല. ഈ പൂക്കിൽ അതൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എന്താ ചെയ്യാൻ, അവൻ്റെ വിധി അങ്ങനെ. നിങ്ങൾ അവസാനമായിട്ട് കണ്ടത് റംസാന്, ലാസ്റ്റ് റംസാനൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു. റംസാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് പോയത്. ഇപ്പോൾ ആദ്യത്തെ പോക്കാണ് തോന്നുന്നു കുവൈറ്റിലേക്ക് അല്ലേ? അല്ല, കുവൈറ്റേക്ക് ഇതിന് മുമ്പ് കുവൈറ്റേക്ക് തന്നെയായിരുന്നു. അവൻ്റെ ഫാമിലിയിലേക്ക് അവൻ വേണ്ടപ്പെട്ട ഒരാളാണ്. അവൻ്റെ വീട്ടിലേക്ക് അവനാണ് അവൻ്റെ വീട്ടിലെ മെയിൻ ആളായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യണം, പിടിക്കണൊക്കെ അവനായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ അവനാണ് അവൻ്റെ കുടുംബനാഥനായിട്ട് അവനേ ഉള്ളൂ. കാരണം അവനക്ക് പോകുന്ന പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ ആ പിള്ളേരെ പഠിപ്പും ഇതൊക്കെ താളത്തിലായി. ആകെ ഇപ്പോൾ നമ്മളെ സഹായങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ടൊക്കെ പോകാൻ കഴിയില്ല. എന്തായാലും ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ നിങ്ങളെപ്പോലത്തെ പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളിലേക്ക് എത്തട്ടെ, അവസ്ഥകളൊക്കെ ജനങ്ങൾ അറിയണം പറ്റുന്നവരൊക്കെ അല്ലേ അറിഞ്ഞിട്ട് കഴിയാവുന്ന വിധത്തിൽ അവനെ സഹായിക്കുക. ഗവൺമെന്റ് അങ്ങനെ എന്തൊക്കെ രൂപ ഉണ്ടാവുന്ന കിട്ടാവുന്നത് അത് എത്രയും പെട്ടെന്ന് അവൻ്റെ കുടുംബത്തിലേക്ക് എത്തിക്കുക.